താൻ താക്കോലെടുത്ത് ഉമ്മറത്തെ വാതിൽ തുറന്നു. അപ്പോഴാണ് അവളുടെ കിടപ്പ് കണ്ടത്. വായ അല്പം തുറന്ന് നിലത്ത് ചെരിഞ്ഞു കിടക്കുന്നു. തല തിരിഞ്ഞു വീണതായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ പറഞ്ഞു, ഹൃദയസ്തംഭനമാണ്. മരിച്ചിട്ട് 1.5 മണിക്കൂറായി. അവളോട് അകാരണമായി ഒരു ദേഷ്യം. അവൾ ഇങ്ങനെ താക്കീതുകളൊന്നും കൂടാതെ എല്ലാ ചുമതലയും എൻ്റെ തലയിൽ വെച്ചുകൊണ്ട് പോയല്ലോ. ഇനി ആരാണ് കുട്ടികളെ കുളിപ്പിക്കുക? ആരാണ് പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക? ദീനം പിടിപെട്ടാൽ ആര് ശുശ്രൂഷിക്കും? എൻ്റെ ഭാര്യ മരിച്ചു. അയാൾ തന്നെത്താൻ മന്ത്രിച്ചു. എൻ്റെ ഭാര്യ ഇന്ന് പെട്ടെന്ന് ഹൃദയസ്തംഭനം മൂലം മരിച്ചതുകൊണ്ട് എനിക്ക് 2 ദിവസത്തെ ലീവ് വേണം. എത്ര നല്ല ഒരു ലീവ് അഭ്യർത്ഥനയായിരിക്കും അത്. ഭാര്യയ്ക്ക് സൂക്കേടാണെന്നല്ല, ഭാര്യ മരിച്ചെന്ന്. മേലുദ്യോഗസ്ഥൻ ഒരു പക്ഷേ തന്നെ മുറിയിലേക്ക് വിളിച്ചേക്കാം. ഞാൻ വളരെ വ്യസനിക്കുന്നു, അയാൾ പറയും. അയാളുടെ വ്യസനം. അയാൾ അവളെ അറിയില്ല. അവളുടെ അറ്റം ചുരുണ്ട തലമുടിയും ക്ഷീണിച്ച പുഞ്ചിരിയും മെല്ലെ മെല്ലെ ഉള്ള നടത്തവും ഒന്നും അയാൾക്കറിയില്ല. അതെല്ലാം തൻ്റെ നഷ്ടങ്ങളാണ്. വാതിൽ തുറന്നപ്പോൾ ചെറിയ മകൻ കിടപ്പറയിൽ നിന്ന് ഓടി വന്നു പറഞ്ഞു, അമ്മ വന്നിട്ടില്ല. അവർ ഇത്രയും വേഗം ഇതെല്ലാം മറന്നുവോ? ടാക്സിയിലേക്ക് കയറ്റിവെച്ച ആ ശരീരം തനിച്ച് മടങ്ങി വരുമെന്ന് അവൻ വിചാരിച്ചുവോ? അയാൾ അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. ഉണ്ണി, അയാൾ വിളിച്ചു. എന്താണച്ചാ? ഉണ്ണി കട്ടിലിന്മേൽ നിന്ന് എഴുന്നേറ്റ് വന്നു. ബാലൻ ഉറങ്ങി. നിങ്ങൾക്ക് വല്ലതും കഴിച്ചോ? ഇല്ല. അയാൾ അടുക്കളത്തിൻ്റെ അടച്ചു വെച്ച പാത്രങ്ങളുടെ തട്ടുകൾ നീക്കി പരിശോധിച്ചു. അവൾ തയ്യാറാക്കി വെച്ച ചപ്പാത്തി, ചോറ്, ഉപ്പേരി, തൈര്, ഉരുളക്കിഴങ്ങ് കറി, ഒരു സ്ഫടികപാത്രത്തിൽ കുട്ടികൾക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ള നെയ്പ്പായസവും. മരണത്തിൻ്റെ സ്പർശം തട്ടിയ ഭക്ഷണങ്ങൾ വേണ്ട, അതൊന്നും ഭക്ഷിച്ചുകൂടാ. ഞാൻ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി തരാം. ഇതൊക്കെ തണുത്തിരിക്കുന്നു, അയാൾ പറഞ്ഞു. അച്ഛാ, ഉണ്ണി വിളിച്ചു. അമ്മ എപ്പോഴാ വരിക? അമ്മയ്ക്ക് മാറൂലേ? സത്യത്തിന് ഒരു ദിവസം കാക്കുവാനുള്ള ക്ഷമയുണ്ടാവട്ടെ, അയാൾ വിചാരിച്ചു. ഇപ്പോൾ ഈ രാത്രിയിൽ കുട്ടിയെ വ്യസനിപ്പിച്ചിട്ട് എന്ത് കാര്യം? അമ്മ വരും, അയാൾ പറഞ്ഞു. അയാൾ കിണ്ണങ്ങൾ കഴുകി നിലത്ത് വെച്ച് 2 കിണ്ണങ്ങൾ. ബാലനെ വിളിക്കേണ്ടേ? അവൻ ഉറങ്ങിക്കോട്ടെ അച്ഛാ. നെയ്പായസം, രാജൻ പറഞ്ഞു. ആ പാത്രത്തിൽ തൻ്റെ കൈവിരൽ താഴ്ത്തി തൻ്റെ ഭാര്യ ഇരിക്കാറുള്ള പലകയിലിരുന്നു. ഉണ്ണി വിളമ്പിക്കൊടുക്കോ? അച്ഛന് വയ്യ, തലവേദനിക്കുന്നു. അവർ കഴിക്കട്ടെ. ഇനി ഒരിക്കലും അവളുണ്ടാക്കിയ ആഹാരം അവർക്ക് കിട്ടുകയില്ലല്ലോ. അയാൾ അത് നോക്കിക്കൊണ്ട് നിശ്ചലനായിരുന്നു. കുറേ സമയത്തിന് ശേഷം, ചോറ് വേണ്ടേ ഉണ്ണി? വേണ്ട, പായസം മതി. നല്ല സ്വാദുണ്ട്, ഉണ്ണി പറഞ്ഞു. രാജൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരിയാ, അമ്മ അസ്സല നെയ്പ്പായസം ഉണ്ടാക്കിയത്. തൻ്റെ കണ്ണുനീർ കുട്ടികളിൽ നിന്ന് മറച്ചു വയ്ക്കുവാൻ വേണ്ടി അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് കുളിമുറിയിലേക്ക് നടന്നു.